സുധാകരനെയും രാഹുലിനെയും വെട്ടിയാൽ UDF-നെ ജനങ്ങൾ വെട്ടും. പ്രിയമുള്ളവരെ, ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 9-ന് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും നടക്കും. അങ്ങനെ ആ തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ LDF-ന് തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിടുവാൻ സാധിച്ചു. എങ്കിലും UDF-നും NDA-യ്ക്കും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുപ്രധാന സീറ്റുകളിൽ അടക്കം അവർക്കൊരു ഏകീകൃത അഭിപ്രായത്തിൽ എത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ആ ലിസ്റ്റ് പുറത്തുവിടുവാൻ സാധിക്കാത്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഴ്ചകൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു, പ്രഖ്യാപനം വന്നാൽ ആ നിമിഷം ഞങ്ങൾ ലിസ്റ്റ് പുറത്തുവിടുവാൻ തയ്യാറാണ് എന്ന്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കുത്തിത്തിരിപ്പും VD സതീശൻ്റെ ആ ബിനാമികളെ എങ്ങനെയെങ്കിലും തിരികെ കയറ്റുവാൻ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യതയുള്ളവരെ ആ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുവാൻ ഇദ്ദേഹം കളിച്ച നാടകത്തിൻ്റെ ഫലമായിയാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഫൈനലൈസേഷൻ ഇത്രയും വൈകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോഴുള്ള വിവരമനുസരിച്ച് കെ സുധാകരനെയും രാഹുൽ മാങ്കൂട്ടത്തെയും നമുക്കറിയാം. കെ സുധാകരനെ ഒതുക്കുവാൻ കാരണം കെ സുധാകരനെ മത്സരിക്കുവാൻ അനുവദിച്ചാൽ അദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അപ്രകാരം വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് അദ്ദേഹത്തിനുള്ള സാധ്യത വളരെ വലുതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിലേക്ക് തിരികെ എടുത്ത് അദ്ദേഹത്തിന് മത്സരിക്കുവാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ നിലപാടിൽ നിന്ന് മാറ്റിയാൽ ഈ നിലപാടിൻ്റെ നാറിയ രാജകുമാരൻ എന്ന തൻ്റെ പേര് പോകുമോ എന്ന അങ്കലാപ്പിലാണ് VD സതീശൻ. പക്ഷേ ജനങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കെ സുധാകരനെയും രാഹുലിനെയും വെട്ടുവാൻ ശ്രമിച്ചാൽ യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ ജനങ്ങൾ UDF-നെ വെട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച ആ പ്രതികരണങ്ങൾ കേട്ടാലും. ഞാൻ കാനഡയിൽ സുനിലാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സുനിലിൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പ്രതികരിക്കണമെന്ന് വിചാരിക്കും. അപ്പോഴാണ് അടുത്ത ദിവസം അവനേക്കാളും തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നാട്ടിലെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഈ എംബോക്കികൾ ഇവനെയെല്ലാം പൊങ്കാലയിട്ട് അടിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇവനൊക്കെ പൊങ്കാലയല്ല ഇട്ടടി. സത്യം പറഞ്ഞാൽ ഈ മുതുകിളവന്മാരെല്ലാം എന്തെങ്കിലും ചെയ്യണം, അവന്മാരെയൊക്കെ വീട്ടിലെത്തണം. ഇവനൊക്കെ എന്തോത്തിന്റെ കഴപ്പ. മുതുകിളവന്മാരെന്ന് മാത്രമല്ല, ഈ VD സതീശൻ എന്ന് പറയുന്ന ആ വ്യക്തി 25 വർഷം പറവൂരിലെ MLA ആയി. അവിടെ എന്ത് വികസനം ഉണ്ടായി? അവിടെ എന്തൊക്കെ വികസനമായി? എത്ര പേർക്ക് വീടുകൾ വെച്ചു കൊടുത്ത്? എത്ര സാധാരണക്കാരന് വേണ്ടി അയാൾ അവിടെ പ്രവർത്തിച്ചു? എന്ത് കമ്മ്യൂണിറ്റി സെന്ററോ, പഞ്ചായത്ത് തലത്തിൽ കമ്മ്യൂണിറ്റി സെന്ററോ, അല്ലെങ്കിൽ ഗ്രൗണ്ടുകളോ, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സ്പോർട്സ് സംബന്ധമായ എന്തെങ്കിലും വികസനങ്ങളോ എന്തെങ്കിലും ആ മണ്ഡലത്തിൽ ഈ VD ഒതുക്കീശൻ ചെയ്തിട്ടുണ്ടോ? അവൻ പുനർജനി പദ്ധതിയിലൂടെ എങ്ങാണ്ട് 1-2 പേരുടെ വീട് വെച്ചു കൊടുത്ത് അത് മാത്രം കാണിക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും അവന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും അവൻ ചെയ്തോ? അതുപോട്ടെ, ഈ 25 വർഷത്തിൽ ഈ അവസാനത്തെ 5 വർഷം അവൻ പ്രതിപക്ഷ നേതാവായിട്ട് എല്ലാ നേതാക്കന്മാരെയും വെട്ടി പ്രതിപക്ഷ നേതാവായി. ആ സമയത്തെങ്കിലും ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് UDF-ന്റെ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മാത്രമല്ല, UDF-ന്റെതാണ്. എന്ത് സർക്കാരിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള എന്ത് സമരങ്ങൾ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഈ VD കേക്കച്ചൻ ചെയ്തു? എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അയാളുടെ ഉടുപ്പിലെ ഫ്ലീറ്റ് ഒടിയാതെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? പക്ഷെ ഇപ്പൊ 2-3 ദിവസം കൊണ്ട് അയാൾ വിയർക്കുന്നുണ്ട് ഈ ഡൽഹി കിടന്ന്. അയാളുടെ ആൾക്കാരെ
ഇതിനകത്ത് കുത്തി കയറ്റുന്നതിന് വേണ്ടി തല പുകഞ്ഞ് ഓരോന്നിനു വേണ്ടി എന്തൊക്കെ ഇച്ചിരി വിയർക്കുന്നതായിട്ട് ആ ന്യൂസിനകത്ത് കണ്ടു. എന്തിനു വേണ്ടി? അവനും അവന്റെ കൂടെ നിൽക്കുന്ന കൂട്ടാളികൾക്കും വേണ്ടിയാ, അല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ല. കേരളത്തിലെ ജനങ്ങള്, വോട്ടർമാരായ ജനങ്ങള്, നിങ്ങൾ ഇതെല്ലാം തിരിച്ചറിയണം. പണ്ട് നമ്മുടെ VS സഹാവിനെ CPM തോപ്പിച്ച ഓർമ്മയുണ്ടോ? അന്ന് പാർട്ടി ജയിച്ചു, VS തോറ്റെന്നും പറഞ്ഞൊരു ഹെഡ്ലൈൻ വന്നു. എവിടെയാണെന്നറിയാമല്ലോ? അപ്പോഴ് ആ ഒരു അവസ്ഥ ഇന്ന് ഈ 2026 ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ കഴിയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ജയിച്ച് VD സതീശൻ എന്ന് പറഞ്ഞ സതീശൻ, അവൻ കേക്കച്ചൻ തോറ്റു എന്നുള്ള ഒരു ന്യൂസ് ആയിരിക്കണം ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വരേണ്ടത്. അന്ന് മാരാരിക്കുളത്ത് VS-നെ തോപ്പിച്ച CPM, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന VS-നെ തോപ്പിച്ച ഈ CPM ഇന്ന് കോൺഗ്രസിലെ നല്ല കോൺഗ്രസ്സുകാര് ഇതേ മുദ്രാവാക്യത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ UDF-ഉം കോൺഗ്രസും ജയിച്ചു, VD എന്ന് പറയുന്ന ഈ ചതിയൻ തോറ്റു എന്നുള്ള ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരിക്കണം. ഇവൻ എന്തടിസ്ഥാനത്തിൽ, ഇവൻ എന്ത് നേതാവാണ്? ഇന്നിപ്പം നമുക്കിടെ നേതാക്കന്മാരിൽ ഇപ്പം കുറെ പ്രായമുള്ള നേതാക്കന്മാരെല്ലാം ഒതുക്കി. അവനൊന്നും മിണ്ടാനൊക്കത്തില്ല. പ്രായത്തിന്റെ ഇത് പറഞ്ഞ് അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ VD സതീശൻ എന്ന് പറഞ്ഞ അയാൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? ഇയാൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലുമൊക്കെ ഇയാൾ ഇത്രയും ഹെഡാവാൻ കാര്യം? KPCC പ്രസിഡന്റിനാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ള എല്ലാവർക്കും. VD സതീശൻ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലാണ്. അയാൾ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞ് ഏകദേശം അതെല്ലാം ലോലമായി, എല്ലാം തീരാറായി. പിന്നെ ഇയാൾക്ക് കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്ത് സ്ഥാനമുള്ളത്? കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന KPCC പ്രസിഡന്റിനാണ് ഇന്ന് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മെയിൻ ചുക്കാൻ വലിക്കേണ്ടത്. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ നേതാക്കന്മാരാണ് ഇവരെല്ലാം. ഈ VD സതീശിനെയൊക്കെ കാളുമൊക്കെ മുകളിൽ നിൽക്കുന്നവരാണ് ഈ രമേശ് കണ്ണത്തല, പിന്നെ K മുരളീധരൻ, പിന്നെ അങ്ങനെയൊക്കെ കുറെ നേതാക്കന്മാരുണ്ട്. ഇവനെല്ലാം റിട്ടയർഡായി വീട്ടിലിരിക്കും, പിള്ളേരെ കളിപ്പിക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഇവനൊക്കെ തോക്കും. അത് വേറെ ഇടപാട്. അത് ജനങ്ങൾ ഇവനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് K സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന് വേണ്ടി ജീവിച്ച് കോൺഗ്രസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞിട്ട കണ്ണൂരിലെ യുവജനങ്ങളുടെ പ്രതീകമാണ് K സുധാകരൻ. കോൺഗ്രസ് എന്ന പാർട്ടിയെ കേരളത്തിലെ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത ആള്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ആയത്. എന്താണ് ഈ പ്രസ്ഥാനം എന്ന് കേരളത്തിലെ ജനങ്ങള് തിരിച്ചറിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴാണ്. ഈ യൂത്ത് കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിലെ ചെറുപ്പക്കാർക്ക് ചോരയും നീരും ഉണ്ടെന്നും ആ ചോര തിളപ്പ് കാണിക്കാനും അവസരമുണ്ടാക്കിയ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനു മുമ്പ് ഷാഫി ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു പ്രവർത്തനം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവർത്തനം അല്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവർത്തനം അത് വ്യത്യസ്തമാണ്. സമരമുഖങ്ങളിൽ തീച്ചൂളയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അതേപോലെ K സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി ഈ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ സമരവീര യാത്ര നടന്നത്. അതേപോലെ KSU എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തുവായിരുന്നു KSU? അടികൊള്ളാനും ചുമ്മാ KSU എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. ഇലക്ഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇലക്ഷൻ നിൽക്കുന്നവരെ ഉൾപ്പെടെ SFIക്കാരും AVP-കാരും ചുരുട്ടി വിടുന്നതാണ്. പക്ഷേ K സുധാകരൻ എന്ന് പറയുന്ന യഥാർത്ഥ നേതാവ് കേരളത്തിലെ KPCC പ്രസിഡന്റായിട്ട് വന്നപ്പോഴാണ് യൂത്ത് കോൺഗ്രസും KSU എന്ന പ്രസ്ഥാനം പോഷക സംഘടനകൾ ഉണ്ടെന്ന് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത്. മറ്റ് KSUവിന്റെ നേതാക്കന്മാരെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് KSU എന്ന് പറയുന്ന ആ ഒരു യുവജന സംഘടന, ആ കോൺഗ്രസിന്റെ പോഷക സംഘടന ഇന്ന് കേരളത്തിലെ സമരങ്ങൾ നടത്താനും അതിന് നേതൃത്വം കൊടുത്തതും KPCC പ്രസിഡന്റ് ആയിരുന്ന K സുധാകരനായിരുന്നു. ഈ K സുധാകരൻ എന്ന് പറഞ്ഞ
ചോരത്തിളപ്പുള്ള വ്യക്തിത്വമുള്ളത്, പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒറ്റത്തയ്ക്ക് തന്തയ്ക്ക് പിറന്നവൻ ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ ഇന്ന് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ആണ് എന്ന് ജനങ്ങൾ കാണുന്നത്. അല്ലാതെ വി ഡി സതീശൻ എന്ന് പറഞ്ഞ് ഈ സതീശൻ, ഈ കേക്കച്ചൻ, അവൻ എന്തോ കുന്തമുണ്ടാക്കി, അവൻ എന്ത് സമരം നടത്തി. പിന്നെ ടീം UDF, എന്ത് ടീം UDF എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? അതൊരു ടീമാണ് UDF എന്ന് പറയുന്നത്. പിന്നീട് ടീം UDF എന്ന് ഇവൻ പറയേണ്ട കാര്യം എന്തുവാ? ഇവനെ സംബന്ധിച്ച് മറ്റുള്ളവരെ പറ്റിക്കാനും, അവൻ പിണറായിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ ഇങ്ങനെ കുമിഞ്ഞുകൂടി ഇങ്ങനെ കിടക്കുക, അതിങ്ങനെ വാരി എറിയുക. കണ്ടില്ലയോ, അവൻ എന്തോ യാത്ര നടത്തി, തേങ്കണി യാത്ര എന്ന് പറയുന്നത്, സുണ്ട് പറഞ്ഞ തേങ്കണി യാത്ര നടത്തിയിട്ട് അവനെ പൊക്കിയെടുത്തുകൊണ്ട് കിടക്കുന്നു. അത് ഇയാളെന്ത് വല്ല ഇലക്ഷൻ വിജയിച്ച് വരുമ്പോഴാ സാധാരണ നമ്മളത് കണ്ടിട്ടുള്ളത്. ഈ പൊതുയോഗത്തിന് അല്ലെങ്കിൽ ഇതിന് ഒരു പദയാത്ര നടത്തി വരുന്ന നേതാവിനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് അയാൾ എല്ലാം മുണ്ടും ഷർട്ടും ഒക്കെ നേരെയാക്കി എന്നിട്ട് അവിടെ എടുക്കാൻ ആള് നിൽപ്പുണ്ട്, ഓർഡർ ചെയ്തിരിക്കുന്നത്, ഇടപാട് ചെയ്തിരിക്കുക. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ഇന്ന് കേരളത്തിലേക്ക് വേണ്ടത്? ഇന്ന് കെ സുധാകരനെ മത്സരിപ്പിക്കേണ്ട എന്ന് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ പരമനാറി പറയുന്നതിന്റെ കാര്യം എന്താണ്? സ്വയമേ ഇന്നാള് പിന്നെ ITV ന്യൂസിനകത്ത് കാണിക്കുന്നുണ്ട്, പിന്നെ സ്വയം ആരും സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കണ്ടെന്ന്. എന്നിട്ട് ഇവൻ എന്തിനാണ് ചെറിയ കീഴിൽ പോയി ഇവൻ പ്രഖ്യാപിച്ചു? ഇവനാരും കൊടുത്ത് ഈ അധികാരം? അപ്പൊ അവനെതിരെയും നടപടി വേണ്ടേ? അവനും പരസ്യമായിട്ട് മാപ്പ് പറയണ്ടേ? അല്ലെങ്കിൽ അവനെ ശാസിക്കണ്ടേ കോൺഗ്രസ് പാർട്ടി? എന്നിട്ട് ചെയ്തോ? കെ സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു രോമത്തിന് പോലും വിലയില്ലാത്ത ഈ വി ഡി സതീശൻ അദ്ദേഹത്തിനെതിരെ നിന്ന് കഴിഞ്ഞാലേ കണ്ണൂരിലെ ചെറുപ്പക്കാരുണ്ട്, കണ്ണൂരിലെ കേരളത്തിലെ ചോരത്തിടപ്പുള്ള യൂത്ത് കോൺഗ്രസും KSUവിന്റെ പിള്ളേരുണ്ട് KS കൂടെ. അത് വി ഡി സതീശൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, അതറിയാൻ പോകുന്നതേ ഉള്ളു. അദ്ദേഹം പണ്ടത്തെ കണക്ക് കുറച്ചൊക്കെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു, എന്നുവെച്ചാൽ വലിയ ഇതൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷം എന്ന് പറഞ്ഞ അങ്ങേര് രാപ്പകലൊന്നില്ലാതെ ഇടതുപക്ഷത്തെ തകർക്കാൻ നടക്കുന്ന ആണ് KS. അല്ലാതെ അവരുടെ പിന്നെ നക്കാപ്പച്ചയും മേടിച്ച് പിന്നെ അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നതിനല്ല ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആളുടെ ആ ഒരു കാറ്റഗറി അല്ല അദ്ദേഹം. ഇവൻ എന്നായിരുന്നു ഇവന് എന്ന് നേതാവായി ഇവൻ? നമ്മക്കാർക്കും അറിയത്തില്ല. 19 വയസ്സാകാൻ പോകുന്നു. ഇതുവരെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിൽ എപ്പോഴും ഏറി മുളച്ചു വന്നെന്ന് നമുക്കറിയത്തില്ല. പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഉദാഹരണമാണ്, നേതാവാൻ പറ്റുമെന്നുള്ള ഒരു ഉദാഹരണമാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ കേക്കച്ചൻ, ഈ പരമനാറി. ഇവരെ തോപ്പിക്കണം, ഇവനെ കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്ത രീതിയിൽ പറവൂരിൽ തോപ്പിക്കണം. അവിടുത്തെ വോട്ടർമാരുടെ ഒരു അഭ്യർത്ഥനയാണ്. അല്ലെങ്കിൽ കേരളം ഇപ്പോഴത്തേക്കാളും കഷ്ടമായിരിക്കും, ഇതിനേക്കാളും കഷ്ടമായിരിക്കും. ഒരാവശ്യത്തിന് പോലും അയാളുടെ ഓഫീസിലോ അയാളുടെ മുന്നിലോ ചെല്ലാൻ ഒരു പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്കോ പറ്റത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇപ്പം തന്നെ അയാളുടെ ധിക്കാരങ്ങൾ കണ്ടില്ലേ? ഈ പദയാത്ര നടന്ന ഏതോ ഒരു സ്റ്റേജിനകത്ത് കയറിയപ്പം പടക്കം പൊട്ടി എന്നും പറഞ്ഞ് ഇച്ചിരി കൂടുതൽ പടക്കം പൊട്ടിയ സന്തോഷത്തിൽ അവർ പൊട്ടിക്കുക. എന്നിട്ട് അവൻ പറഞ്ഞു കേട്ടില്ല ഞാനിപ്പോൾ ഇറങ്ങി പോകുന്നു. അവൻ എന്ത് നേതാവാണ്? എന്ത് പ്രശ്നത്തിന് അവന് പരിഹരിക്കാൻ പറ്റും? അന്ന് ചാണ്ടി മൂവ്മെന്റ് റിസൾട്ട് പ്രഖ്യാപന സമയത്ത് KS ഇരിക്കുന്ന സമയത്ത് ആ മൈക്ക് തള്ളിക്കളഞ്ഞിട്ടില്ലേ? വെറും പിള്ളേരുടെ കണക്ക് തള്ളിക്കളയുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയാണോ കേരളത്തിൽ വേണ്ടത്? കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാവായിട്ട് തലപ്പത്ത് വരേണ്ടത്? അപ്പൊ ജനങ്ങൾ ഇത് വിലയിരുത്തണം. ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊരു അഭ്യർത്ഥനയാണ്. ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക്, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കുള്ള ഒരു അഭ്യർത്ഥനയാണ്. KS എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ എത്രയും യോഗ്യൻ എന്ന് പറഞ്ഞാൽ യോഗ്യനാണ്, പരമയോഗ്യനായ ആളാണ് KS. ഇന്ന് കോൺഗ്രസിലെ തലമൂത്ത നേതാക്കന്മാരിൽ ചുറുചുറുപ്പുള്ളത് എന്താടാന്ന് ചോദിച്ചാൽ ആരാടാന്ന് ചോദിക്കാൻ കഴിവുള്ളവൻ, പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവൻ, സാധാരണക്കാരന് അല്ലാതെ പണക്കാർക്കും ബിനാമി ഇടപാടുകാർക്കും അല്ല, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ശബ്ദമുയർത്തുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ എന്ന KS. ആ KSന് വേണ്ടി ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. കണ്ണൂരിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, KSനെ സ്നേഹിക്കുന്ന, ഒരു പാർട്ടിയിലും ഇല്ലാത്ത പൊതുജനങ്ങളായ ആൾക്കാർ KSന് വേണ്ടി വോട്ട് ചെയ്ത് അദ്ദേഹത്തിനെ
ഇലക്ഷന് വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് നിയമിക്കണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുക. അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് നാമാവിഷമാവും. അതിന് ഏറ്റവും കൂടുതൽ വളം ആവുന്നത് BJPക്കാണ്. അതുകൊണ്ട് ഈ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ ഒന്നുകൂടെ ആലോചിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെ നാളെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഈ 10 വർഷം ഒരു അധികാരവും ഇല്ലാതെ ചൊറിയും കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവന്മാർക്ക് ഒരു പാഠം വീണ്ടും പഠിക്കാൻ പോയാണ്. അത് രണ്ടാങ്കിൽ ആലോചിച്ചും കണ്ട് ജീവിച്ചാൽ പ്രവർത്തിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുന്നു. പേര് കെ മനോഹരൻ എന്ന് പറയും. ഞാനിപ്പോ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇന്ദിരാഗാന്ധിയുടെ സമയം മുതൽ KSU യൂത്ത് കോൺഗ്രസിൽ വന്നപ്പോൾ ബോംബെയിലെ ന്യൂ ബോംബെ ഡിസ്ട്രിക്റ്റിന്റെ ജനറൽ സെക്രട്ടറിയാണ് കെ മനോഹരൻ. താന ഡിസ്ട്രിക്റ്റിന്റെ യൂത്ത് കോൺഗ്രസിന്റെ 91 തൊട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയിരുന്നു താന ഡിസ്ട്രിക്റ്റിന്റെ. ഇവിടെ അങ്ങനെ ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്യുമ്പോൾ ബോംബെ വന്നതാണ്. അപ്പൊ അന്ന് തൊട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്. കുറഞ്ഞ 55 വർഷം കൊണ്ട് KSU യൂത്ത് കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കെ സുധാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയാണ്, തന്റെ ഇടമുള്ള വ്യക്തിയാണ്, സിംഹമാണ്, കേരളത്തിന്റെ നട്ടലായ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം കെ സുധാകരനെ നിർത്തി മാങ്കൂട്ടത്തിനെ നിർത്തി ജയിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ. ബാക്കി ഈ ഗ്രൂപ്പ് കളിക്കുന്ന സണ്ണന്മാർക്കൊന്നും അവരെ കൊണ്ട് സ്വന്തമായിട്ട് ഇരുന്നാൽ ജയിക്കാൻ പോലുള്ള കോൺഗ്രസിനെ നിലനിർത്തിയിട്ടുള്ള ഒരേ ഒരു നട്ടലുള്ള സിംഹമായ കെ സുധാകരനെ നിർത്തി കേരളത്തിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കണ്ണൂരിൽ നിന്ന് ജയിപ്പിച്ചിട്ട് എന്റെ ആഗ്രഹം. ഇത് നിങ്ങൾ ഇത് ചെയ്യുക. അത് ഹൈക്കമാൻഡും കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോണിയാഗാന്ധി ഈ സതീശന് വല്ല വിലയും ജനങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ കേരളത്തിലെ? സതീശനൊക്കെ ഇപ്പൊ വന്ന അവരല്ലേ, അവർക്കൊക്കെ കസേര കളിക്കാൻ വരുന്ന ആളുകളൊക്കെയാ. അവരെ ഒരു ഫോൺ പോലും ഇവരാരും ഒരു ഫോൺ പോലും എടുക്കത്തില്ല. രമേശ് ചെന്നിത്തലയും ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ സതീശനോ ഇവരാരും തന്നെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫോൺ പോലും എടുക്കത്തില്ല. സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത തിരിച്ച് വിളിക്കത്തുമില്ല. ഇവരെ കൊണ്ടൊന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകരെ വിളിച്ചാല് അവർക്ക് ഒരു കാര്യം വേറൊരു കാര്യം ചെയ്യണ്ട. പൊതുജനങ്ങൾക്ക് ഒരു ആശുപത്രിയിലേക്ക് വിളിച്ചൊരു റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാലോ ഇവരുടെയൊക്കെ ഫോൺ എടുത്ത് അവരുടെ ശില്പന്തികൾ ഫോൺ എടുത്തിട്ട് അത് ചെയ്ത് ഇപ്പൊ ഈയിടെ ബോംബെയിലേക്ക് ഒരു പരിപാടി ഉണ്ടായിട്ട് വിളിച്ചിട്ട് പിന്നെ അതിന് റിപ്ലൈ പോലും തന്നിട്ടില്ല. നിരൂളിന്റെ കേരള സമാജത്തിന്റെ റൈറ്റിംഗിൽ ലെറ്റർ കൊടുത്തിട്ട് ഒരു റിപ്ലൈ പോലും തന്നിട്ടില്ല. വേറെ പിന്നെ ആര്യാടൻ മുഹമ്മദിന്റെ മോൻ വന്നാണ് ഉദ്ഘാടനം ചെയ്തത് ന്യൂ ബോംബെ കേരളീയ സമാജത്തിന്റെ. അങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ നിന്നിട്ട് എന്ത് പുളുത്താനാ? കോൺഗ്രസ്സുകാരുടെ ഫോൺ എടുക്കത്തില്ല, തിരിച്ച് വിളിക്കത്തില്ല, അവരോട് സംസാരിക്കത്തില്ല. ഇവർക്കൊക്കെ വേറെ കസേരമോഹം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളോടോ കോൺഗ്രസ് പ്രവർത്തകരോടോ ആരും KC വേണുഗോപാൽ തന്നെ ഒറ്റ ഫോണും എടുക്കത്തില്ല. MP ആയിരുന്നാലും വലിയ അഖിലേന്ത്യാ ലീഡറാണ്. പക്ഷെ കോൺഗ്രസ്സുകാരന്റെ ഫോണും എടുക്കത്തില്ല, സംസാരിക്കത്തില്ല. എന്നോട് പറയാൻ ഓപ്പണായിട്ട് ഇവരോടൊക്കെ പറയാം. ഓപ്പണായിട്ട് നമ്മളൊക്കെ പിന്നെ PC ചാക്കോ സാറിനോട് എന്റെ അനിയന്റെ ഒരു കാര്യം മെഡിക്കൽ കോളേജ് വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരൻ അദ്ദേഹം വിളിച്ചിട്ട് തിരിച്ച് അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് റിപ്പോർട്ട് എടുത്തിട്ട് സംസാരിച്ച ഒരേ ഒരു PC ചാക്കോ. വേറെ പാർട്ടിക്കാരല്ല. എന്നിട്ടും കോൺഗ്രസ്സുകാരൊക്കെ അത് ഒരു ഇത് ചെയ്തിട്ടില്ല. വിളിച്ചാൽ അവരുടെ ഒരാവരും ഫോൺ എടുക്കത്തില്ല, ഒരാവരും. ഇതാണ് സ്ഥിതി കോൺഗ്രസ്സിൽ. എന്നിട്ട് വലിയ വാചകം അടിക്കും. ഈ സതീശൻ നടത്തിയ തേൻകണി യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനം പാർട്ടിക്ക് ഉണ്ടായോ? അത് പാർട്ടി ഇപ്പൊ ജനങ്ങൾ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രയോജനം ഇവരിങ്ങനെ കളിച്ചാൽ ഇവിടെ പ്രയോജനം ഉണ്ട്. അതുമല്ല 4 NSSകാരാ കിടന്ന് കടിപിടി കൂടുന്നത്. അപ്പൊ ഏത് NSSകാർക്ക് കൊടുക്കണം? അപ്പൊ 40% ഉള്ള ഈഴവർക്ക് കൊടുക്കണ്ടേ? അങ്ങനെ പറയുവാണ്. ഞാൻ ആ ബേസ് പറയുന്ന, ജാതി പറയുന്നതല്ല. ഇവർ 4 പേര് കിടന്ന് കടിപിടിയാ. വേണുഗോപാല്, സതീശന്, രമേശ് ചെന്നിത്തല, പിന്നെ ശശി തരൂര്. ഇവർക്ക് 4 പേർക്ക് സുകുമാരൻ നായർ സാർ ആർക്ക് സപ്പോർട്ട് ചെയ്യും? 4 പേരും കൂടെ കിടന്ന് ഒരു കസേരയ്ക്ക് കടിപിടിയാ. അപ്പൊ 40% കേരളത്തിലെ പിന്നെ കെ സുധാകരന് കൊടുക്കണോ അടൂർ പ്രകാശ്? ഇവരെയൊക്കെ നിന്ന് വരട്ടെന്ന്. അവർക്കൊക്കെ എന്താ അർഹതയില്ലേ? അവരൊക്കെ ജയിക്കത്തില്ലേ? ബാക്കി 3 പേര് കിടക്കുന്ന 40% ഈഴവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഇവരൊക്കെ വരട്ടെന്നേ. കുറെ ഈഴവരുടെ വോട്ട് കൂടുതലും കമ്മ്യൂണിസ്റ്റിലോട്ടാ പോകുന്നത്. ഇവരൊക്കെയാന്ന് പറഞ്ഞാൽ കുറെ ഈഴവരുടെ വോട്ടും കിട്ടും. ഇവർ 4 NSSകാർ കടിപിടി കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ പിന്നെ അതുകൊണ്ട് ഈ ചേറിനകത്ത് മീൻ പിടിക്കാൻ ഈഴവർക്ക് പറ്റട്ടെ. ഇല്ല ബാക്കിയുള്ളവരൊക്കെ എത്രയോ പേരുണ്ട് ഓരോരുത്തർക്കും മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ളവർ അതിൽ തന്നെ.
ഞാൻ പാലക്കാട് നിന്നാണ്. എന്റെ പേര് സുലോചന. ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയിയാണ്. ഇന്നലെ ഞാൻ കാർത്യായനി ടീച്ചറുടെ വ്ലോഗ് മുഴുവൻ കേട്ടു. അവര് പറഞ്ഞ ഓരോ പോയിന്റും കറക്റ്റാണ്. നല്ല കാര്യം അവര് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിൽക്കാതിരുന്നാൽ പിന്നെ രമേശ് പിഷാരടിയിൽ ആരിവിടെ നിന്നാലും ജയിക്കാൻ പോണില്ല. ഇവിടുത്തെ അമ്മമാർക്കും മുത്തശ്ശിമാരിനെ പോലുള്ള മുത്തശ്ശിമാർക്കും ചേച്ചിമാർക്കും ഒക്കെ രാഹുലിനെ വേണം. രാഹുൽ ഇവിടെ നിൽക്കാത്ത പക്ഷം ഈ വോട്ട് കുറെ ഡൈവേർട്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ ആർക്കും ഇല്ലാതെ ബോയ്ക്കോട്ട് ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. രാഹുലിനെ ഒതുക്കിയതാണ് എന്ന് അമ്മമാർ വിശ്വസിക്കുന്നുണ്ടോ? രാഹുലിന് ഇവര് എന്താണ് ചെന്നിത്തലയും പിന്നെ VD സതീശനും ഒക്കെ കൂടി അവിടെ ഇരുത്തിയതല്ലേ. രാഹുലിന് സീറ്റ് കൊടുത്ത രാഹുൽ ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇവിടെയുള്ള എല്ലാവർക്കും രാഹുലിനെ വേണം. ഞാനിവിടെ തന്നെ ജനിച്ച് വളർന്ന ഒരു സ്ത്രീയാണ്. പാലക്കാട് എവിടെ അമ്മ? ഞാന് പാലക്കാട് മാട്ടുമന്ത പറയും, പുത്തൂർ മലമ്പുഴ പോണ റൂട്ടിലാണ്. ഇവിടെയുള്ള എല്ലാവർക്കും രാഹുലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു MLA എന്ന നിലയ്ക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ധാരാളം വികസന പ്രവർത്തനങ്ങളൊക്കെ അയാൾ അവിടെ നടത്തിയില്ലേ? അവിടെ നടത്തിയിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണമുണ്ട്. അത് പിന്നെ ഗണേഷ് കുമാറൊക്കെ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് ഇവര് CPM അവരിനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. പക്ഷെ ഇവര് രണ്ടാളും എന്തിനാ മുരളീധരൻ നമുക്ക് ഇങ്ങനെ വാശി പിടിച്ചിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അത് കോൺഗ്രസിന്റെ ഒരു സീറ്റ് പോകാനുള്ള ചാൻസ് ആണ് ഇത് വരുന്നത്. രമേശ് പിഷാരടിയൊക്കെ ബഡായി ബംഗ്ലാവിലൊക്കെ ഇതായിട്ടുണ്ടാവും, വലിയ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ പാലക്കാട് നിന്ന് ജയിക്കുന്ന ഞങ്ങൾക്ക് പോലെയുള്ള ആർക്കും ഒരു അഭിപ്രായമില്ല. നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ നമിക്കണം, ഇത്രയും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. പയ്യോളിയുള്ളൊരു ജാനമ്മ മോന്റെ എല്ലാ നിരപരാധിത്വവും തെളിയിച്ച ഞാനൊരമ്മയാണ്. അവന് ഒന്നിച്ചെടുത്ത ഫോട്ടോ പയ്യോളി വന്നിടത്തുള്ളുണ്ട്. അവനൊരു തെറ്റും ചെയ്യല്ല എന്നുള്ള അമ്മയ്ക്കറിയാം. അത്രയും നല്ലൊരു മോനാണ്. എല്ലാരും കൂടി അവനെ ചതിച്ചിങ്ങനെ ആക്കി. അപ്പൊ എന്തായാലും നേരത്തെ വിളിക്കാൻ എനിക്ക് എന്റെ നമ്പർ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സാറിനെ വിളിച്ചാണ്. എങ്ങനെയെങ്കിലും നമുക്ക് വീണ്ടും മോനെ നമ്മളെ ഇതിലേക്ക് തന്നെ കൊണ്ടുവരണം. ഇപ്പം തന്നെ ആ പിന്നെ സുധാര സാറ് അയാളെ കരിവേപ്പില പോലെ പുറത്തിട്ടില്ലേ. അപ്പൊ സാറെന്നൊന്ന് വിചാരിച്ചു നോക്ക്, നല്ലത് ചെയ്യുന്നവർക്ക് ഈ കോൺഗ്രസിൽ സ്ഥാനമില്ല. ഞാൻ 55 വർഷമായിട്ട് കോൺഗ്രസിന്റെ കൊടി പിടിച്ച് ജീവൻ കളഞ്ഞ് പ്രവർത്തിക്കുന്നോളാം ഇന്നും. പക്ഷെ എന്താന്നറിയോ, ഇവരുള്ള തമ്മിലടി കൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യുന്നുണ്ട് ഓലെ ചവിട്ടി താത്തും. അതാണ് സത്യം. കോൺഗ്രസിലെ ആരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വിഷവാരാ? കോൺഗ്രസിന് തന്നെ ദോഷം ചെയ്യുന്ന ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആരൊക്കെയാ? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വേറെ ആരും സതീശനല്ലാണ്ട് വേറെ ആരാ? നമുക്കറിയല്ലേ. ഇപ്പം നമ്മളെ ഉമ്മൻചാണ്ടി സാറ്, രമേശ് ചെന്നിത്തല സാറൊക്കെ, നമ്മളെ മുല്ലപ്പള്ളി സാറൊക്കെ എത്രയോ നല്ല ഇപ്പൊ ഇവർക്ക് എന്താന്ന് വെച്ചാൽ ഈ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. അത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ വെറും സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ്, മറ്റൊന്നുമല്ല. ഇപ്പൊ സുധാര സാറ് തന്നെ ഇപ്പൊ പോയില്ലേ, താമരയിലേക്ക് പോയില്ലേ അങ്ങേര്. പിന്നെ ഉള്ളതോ അല്ലാത്തോന്ന് അറിയില്ല. ഞാനിപ്പോ മൊബൈലിൽ അതൊക്കെ ചുമ്മാ സതീശൻ പറിച്ചുവിടുന്ന വ്യാജ വാർത്തകളാ. സുധാകരൻ അങ്ങനൊന്നും പോവില്ല. അതാ ഞാനും പറയുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. ഇപ്പം ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ പഴയ നെട്ടൂരിലെ ഈ അലവലാതിയെ നമ്മൾ ഇത്രയും വിമർശിക്കാൻ കാരണം ഇവന്റെ പരിപാടി ഇതാ. ഇവൻ ഇതുപോലത്തെ ക്ഷുദ്രപ്പണികൾ ചെയ്യുക, അത് തന്നെ. ഇവൻ ഇരിക്കുന്ന ഓഫീസിൽ കൂടോത്രം ചെയ്യുക, ഇങ്ങനെയുള്ള തേൻകണി പരിപാടികൾ ചെയ്യുക, ഇങ്ങനെയുള്ള അപഖ്യാതികൾ പറഞ്ഞു വരുത്തുക. അതൊന്നും ഒരിക്കൽ പറയാനുണ്ടോ? ഞാള് കുറെ അമ്മമാരുണ്ട് അയ്യോ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. സാറിനറിയോ, ഞാനിത് കേട്ടെന്ന് മുതൽക്ക് എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. അതിലൊരു മോനെന്നുള്ള നിലയ്ക്ക് പയ്യോളി വന്നിട്ട് എന്റെ ഒപ്പം മോന് ഫോട്ടോ എടുത്ത് ഞാൻ 3 ആളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിനി. മോനെ അംഗത്തെ കൊടുപ്പിച്ച് എല്ലാ മോനെ കൊണ്ട് അമ്മ ചെയ്യിച്ചിനി. എന്നെ നന്നായിട്ട് ആ മോനറിയാം. ഇന്ന് ഞാനിപ്പോ സുധാകരൻ സാറിന്റെ കണ്ടപ്പം തന്നെ ആകെ കരഞ്ഞു എന്നോട്. എനിക്ക് ദേഷ്യമല്ല, കരച്ചിലാ വന്നു. എന്ന് വെച്ചാല് സുധാകരൻ സാറൊക്കെ പറഞ്ഞവരോട് തന്റെ അടുത്തോടെ നെഞ്ഞു വിരിച്ച് സമാധാനം പറയുന്ന ഒരു മനുഷ്യനാണ് അവരൊക്കെ. എന്തായാലും ആ മോൻ ഒരിക്കൽ കൂടി ഈ ജനങ്ങളുടെ അടുത്തൊന്ന് നെഞ്ചു വിരിച്ച് നിക്കണം എന്ന് ഒരുപാട് പ്രാർത്ഥിക്കും നമ്മൾ. ആൾക്കാരിതിൽ നിന്നൊക്കെ ഇപ്പം പുറത്തായില്ലേ, പറഞ്ഞവര് തന്നെ കുടുങ്ങിയില്ലേ. എന്തായാലും ഇപ്പൊ അതാ ഗണേശന് കിട്ടിയില്ലേ നല്ലതില്. ആര് ചെയ്താലും അവസാനം കിട്ടേണ്ടത് കിട്ടിക്കോളും, കിട്ടാണ്ടിരിക്കൂല. സാറിനോട് ഞാൻ ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ രാഹുൽ മോനെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ ഷാഫി മോനതാ അമ്മേന്ന് വിളിച്ചിട്ട് ഇന്ന് രാവിലെ മോൻ എന്നെ വിളിച്ച്. അത്രയും സ്നേഹമാണ് നമ്മളൊരു മക്കളെ സ്ഥാനത്താ. ഞാൻ മലമ്പുഴ പാലക്കാട് നിന്ന് വിളിക്കുന്നത്.
ബാലകൃഷ്ണൻ. അത് ആ തങ്കപ്പന് തന്നെ പറയണം. പാലക്കാട് സീറ്റ് രാഹുലിന്റെ സീറ്റ് തങ്കപ്പന് തന്നെ കൊടുക്കാൻ പറയണേ. കെട്ടിവെച്ച കാശ് പോലും 3ാം സ്ഥാനത്ത് പോകും. അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപനം വല്ലതും വന്നോ ഇപ്പൊ? നിങ്ങളുടെ ITV ന്യൂസിലാണല്ലോ പിന്നെ ACCയുടെ ലിസ്റ്റ് വന്നില്ലേ? നേരത്തെ സാധ്യത ലിസ്റ്റ് കൊടുത്തത്. സാധ്യതാ ലിസ്റ്റ് ആണോ അത്? അതെ. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ സീറ്റ് ഒന്ന് മേടിച്ചാൽ തങ്കപ്പനൊന്ന് കൊടുത്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഞാൻ പിന്നെ നിങ്ങൾ 1 ലക്ഷം രൂപയാണ് ബെറ്റ് വെച്ചത്. ഒരു 10 ലക്ഷം രൂപ ബെറ്റ് വെക്കാൻ ആൾക്കാരുണ്ട്. ഇത്രയും വലിയൊരു വർഗീയതവാദി DCC പ്രസിഡന്റായെന്നും പറഞ്ഞെടുത്തിട്ട് അയാളുടെ വാർഡിൽ പഞ്ചായത്ത് ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ആ രാഹുലിനെ ഓടിച്ച് രാഹുൽ വരുന്ന കാലത്ത് തന്നെ ഇവനെതിരായിരുന്നു. അപ്പം ഞാൻ എന്റെ ഫാദറിന്റെ നാട് ചെങ്ങന്നൂരാണ്. അപ്പം രാഹുലൊക്കെ ആയിട്ട് അടുത്ത് കഴിയുന്ന ഒരു വ്യക്തിയാണ്. രാഹുലിന്റെ ഇലക്ഷനൊക്കെ ഞാൻ ഒത്തിരി വർക്ക് ചെയ്ത. എന്റെ മണ്ഡലം മലമ്പുഴയാണ്. ഞാൻ രാഹുലിനെ ആ 1 പ്രാവശ്യം കണ്ടുള്ളൂ. ഞാൻ രാഹുലിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് പത്തനാപുരമൊക്കെ ആയിട്ട് നേതാക്കന്മാരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ആ പയ്യനെ ഒരു മുടിപ്പിക്കുകയല്ലേ. സ്വതന്ത്രനായിട്ട് നിങ്ങൾ ഇപ്പം രാഹുൽ എടുക്കത്തില്ല. സ്വതന്ത്രനായിട്ട് ഒന്ന് നിൽക്കാൻ പറ. ഞാൻ പല സംഘടനകളുടെയും വോട്ട് മേടിച്ചു കൊടുക്കാം. പാലക്കാട് നേരത്തെ ഒരു 5000 വോട്ടെങ്കിലും കൂടുതൽ രാഹുലിന് കൊടുത്ത സീറ്റ് കൊടുത്ത ഇത്രയും മാറ്റിക്കാൻ ശ്രമിച്ചാൽ പോലും രാഹുൽ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നിന്നാൽ രാഹുൽ വിജയിക്കത്തില്ലേ? നല്ല വോട്ടിൽ നല്ല ഒരു കഴിഞ്ഞ പ്രാവശ്യം എത്ര 18,000 അല്ലേ? രാഹുലിനെ കുറിച്ച് നല്ല ഒരു അഭിപ്രായമാണ്. ചുമ്മാ കള്ളക്കേസ് കുടുക്കി രാഹുലിനെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ ഇലക്ഷന് വന്നപ്പം തന്നെ ഈ തങ്കപ്പൻ എന്ന് പറയുന്ന വ്യക്തി എതിരായിരുന്നു. DCC പ്രസിഡന്റാ. മലമ്പുഴ നിന്ന് തോറ്റുപോയതാണ് പണ്ട്. അപ്പം എനിക്കിപ്പം രാഷ്ട്രീയമൊന്നുമില്ല. എന്നാലും ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ ഫാദർ ഇവിടുത്തെ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു, മരിച്ചുപോയി. എൻ്റെ ഫാദറിന്റെ നാട് ചെങ്ങന്നൂരാണ്. എങ്കിലും ഞാൻ രാഹുലിന് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തതാണ്. അവിടുന്ന് നേതാക്കന്മാരൊക്കെ വന്ന് എൻ്റെ വീട്ടിൽ താമസിക്കുകയും പോയി ചേലക്കരയൊക്കെ പോയി വർക്ക് ചെയ്തതാണ്. രാഹുലിന് സീറ്റ് കൊടുക്കത്തില്ല. സ്വതന്ത്രനായിട്ട് നിൽക്കാൻ ഇത്തവണ രാഹുലിന് സീറ്റ് കൊടുത്തില്ല. അത് BJPക്ക് ആ സീറ്റ് പോവോ? 90%. ഇപ്പൊ കോൺഗ്രസിൽ ആരാ നിൽക്കാനുള്ളത്? പാലക്കാട് ഒരാളെ പിന്നെ സാർ പറ, പിന്നെ ITV ന്യൂസിന്റെ എഡിറ്റർ അല്ലേ സാർ പറ, പാലക്കാട് ഒരു സീറ്റ്, ആ സീറ്റ് നല്ല ഷാജി വന്നിരിക്കണം. പണ്ടൊക്കെ ജാതി പറഞ്ഞ് വോട്ട് മേടിച്ചായിരുന്നു. ഇപ്പം എല്ലാ വിഭാഗമുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം സംഘടനയുണ്ട്. ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആള് മോശം ആളല്ലല്ലോ, മെട്രോമാൻ. ആ പുള്ളിക്കാരനെ പോലും പരാജയപ്പെടുത്തിയാണ് ഷാഫിയോടെ ജയിച്ചത്. പിന്നെ ആ രാഹുൽ വന്ന് പാലക്കാടിന്റെ സ്ഥിതി തന്നെ മാറ്റിയില്ലേ? ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനല്ലേ? ഇപ്പം ഞാൻ ഇത്രയും പ്രതികരിച്ചില്ല. ഈ മന്ത്രിസഭയുടെ അടിയന്തരം കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞല്ലേ, എങ്ങനെങ്കിലും രാഹുലിൽ നിന്ന് പാലക്കാട് അല്ല ഞാൻ കശുവോട് BJP പോകാൻ പറ. ഒരു 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും പറ. അന്നൂർ ഭൂരിയെന്നാണ്. അല്ല പിന്നെ രാഹുൽ മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ 74 വയസ്സല്ല സീനിയർ സിറ്റിസനാണ്. സതീശ് എന്ന് പറഞ്ഞ പരമനാറി ആ പെണ്ണിനെ കൊണ്ട് ചെയ്യിച്ച PR വർക്ക് ഇവരെ പിണറായി മോദി പറഞ്ഞ പോലെ പിണറായി കേൾക്കുന്നത്, പിണറായി പറഞ്ഞ പോലെ സതീശനും കേൾക്കുന്നത്. അപ്പോ സതീശന്റെ PR വർക്കാണല്ലോ ഇപ്പം ഈ സ്ഥിതിയിലാക്കി വെച്ചത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ പുറത്ത് നിർത്തിച്ചിട്ട് ഇവിടെ എന്ത് പൊളിറ്റിക്സ് കാരനാണ് ഈ ഇവരെ? അതുകൊണ്ട് ഞാനിപ്പം നിങ്ങളോട് പറയാനുള്ളത്, ബഹുമാന പുസ്തകം പറയാനുള്ളത് ഞാൻ കോൺഗ്രസ് തമ്മിലടിച്ച് തീരണം എന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ 2 ഉരുക്ക് മനുഷ്യനെ പോലത്തെ 2 പ്രഗത്ഭമായ 2 വ്യക്തികളെ കളത്തിലിറക്കണം. അതാണ് എനിക്ക് സാറോടും പറയാനുള്ള ഒരു അപേക്ഷ. നമ്മളെ റിക്വസ്റ്റ്. ഞാനൊരു ഹൗസ് വൈഫ് ആവുന്നു. എനിക്ക് രാഷ്ട്രീയം എന്നല്ല, പക്ഷെ സുധാകരൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തുടിപ്പാണ്. ശരിക്കും രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി അവർ കഴിഞ്ഞാൽ ശരിയായ ഒരു നേതാവ് നമുക്ക് പറയാനുള്ളത് സുധാകരൻ. നമ്മളെ കേരളത്തിന്, കണ്ണൂരിന് ഒരു സ്ഥലം തുറന്ന നേതാവ് എന്നല്ല, ഒരു ശക്തനായ നേതാവ്. ആ നേതാവിനെ നിങ്ങൾ എന്തായാലും കളത്തിൽ കൊണ്ടുവരണം. അതാണ് നമുക്ക് പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.